ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹം തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ പീഡനങ്ങൾക്ക് വിധേയമാക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ കറുത്തവനായ ബിലാലിനെ മരത്തിൽ കിടത്തിയിട്ട് നെഞ്ചിലേക്ക് കറുത്ത പാറക്കല്ലെടുത്ത് വെച്ച് കുതിരകളുടെ കാലിലേക്ക് ഈത്തപ്പനമരത്തിന്റെ നാരുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ കയറ്, ഈത്തപ്പനമരത്തിന്റെ നാരുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ കയറ് കുതിരയുടെ കാലിൽ കെട്ടിയിട്ട് പിന്നെ മറുഭാഗം ബിലാലിന്റെ കാലിൽ കെട്ടി ആ കുതിരയെ ദ്രുതഗമനം ചെയ്യുമ്പോ മക്കാ മരുഭൂമിയുടെ പാറക്കെട്ടുകളിൽ തട്ടിയുറഞ്ഞ ബിലാലിന്റെ ശരീരം കടന്നു ശരീരത്തിലൂടെ രക്തം തടന്തല്ലിയാത്തൊടുകുമ്പോ പാഞ്ഞു പോകുന്ന കുതിരയിൽ പന്ത് പോലെ കെട്ടിയിട്ടപ്പെട്ട കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള ബിലാലിനെ മക്കാ ഖുറൈശികൾ തുല്യതയില്ലാത്ത പീഡനം അനുഭവിപ്പിക്കവേ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ബിലാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് നബിയേ എന്നാണ് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയുന്നതെന്ന് നിലവിളിക്കുന്ന സമയത്ത് തന്നെ നൂറുകണക്കിന് അനുയായികളെ ചരിത്രത്തിലില്ലാത്ത തുല്യതയമായ ക്രൂരതകൾക്ക് വിധേയമാക്കിയപ്പോ താനടക്കമുള്ളവരെ കൈവാലയത്തിന് മുമ്പിൽ മരത്തിൽ കിടത്തിയിട്ട് ചാട്ടമാറ് കൊണ്ടടിച്ചിട്ട് അബ്ദുല്ലാഹുവിന് മസൂദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റതുപോലെ പാടുവന്നപ്പോ അവസാനം കഴിക്കാനില്ലാതെ കുടിക്കാനില്ലാതെ ശുബൈബ് അബൂ താലിബിന്റെ മലഞ്ചെരുവില് അടിയോട് സംസാരിക്കാൻ പാടില്ല, മുഹമ്മദ് പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മക്കയുടെ ഏകാധിപത്യം കഅബാലയത്തിന്റെ വാതിക്കൽ ഉപരോധത്തിന് നോട്ടീസ് ഒട്ടിച്ചപ്പോ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ നിറവാർന്ന കണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂല് രാത്രി മക്കയോട് വിട പറയുകയാ. പാതിരാ സമയത്ത് കഅബാലയത്തിന്റെ മുന്നിൽ പോയി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മക്ക നിന്നോട് ഞാൻ വിട പറയുകയാണ് മക്ക. മുഹമ്മദിന്റെ ജീവിതത്തിലേതൊക്കെ സമയത്ത് സന്താപമുണ്ടായപ്പോ ആ സമയത്തൊക്കെ കഅബാലയമേ നിന്റെ അടുക്കൽ വന്നിട്ടാണ് എനിക്ക് ശാന്തി കിട്ടിയത്, ഞാനിനാ നിന്നോട് വിട പറയുകയാണെന്ന് പറഞ്ഞ് പാതിരാവിന്റെ നിശബ്ദര് നാടും വീടും വിട്ടുകൊണ്ട് പ്രവാചകനെ ആട്ടിയോടിച്ചു മക്കാ ഖുറൈശികൾ. അവസാനം അല്ലാഹുവിന്റെ റസൂലും മദീനയിലെത്തുകയാ. മദീനക്കാര് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കവേ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് മദീനക്കാര് സന്തോഷത്തോടെ പ്രവാചകനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, അല്ലാഹുവിന്റെ റസൂലും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിന്റെ മണ്ണിൽ കാല് ചവിട്ടിയിട്ട് ഹബീബായ നബി തങ്ങളെ തന്നെ സ്വീകരിച്ച ആരോരുമില്ലാതെ കടന്നു വന്ന് തന്നെ സ്വീകരിച്ച മദീനക്കാരോട് നബി തങ്ങൾ ആദ്യമായി പറഞ്ഞിരുന്നെന്നറിയോ, ഓ മനുഷ്യരെ, ഓ മനുഷ്യരെ, വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു ആദ്യമായി ഇസ്ലാമിന്റെ സൗഹൃദത്തിന്റെ സന്ദേശം മുടക്കുകയാ. മക്കക്കാരോട് തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവത്രേ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ, കുടുംബ ബന്ധങ്ങൾ ചേർക്കണേ, പരസ്പരം കണ്ടാൽ സലാം ചൊല്ലണേ, രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണേ. ആദ്യമായി മദീനയിൽ ഒരു പീഡിതനായ അഭയാർത്ഥിയായി കാലിത വിട്ടിയപ്പോ സ്നേഹമാണ് 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 വലുതെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ 13 വർഷക്കാലം മദീനയിൽ താമസിച്ചു. അവസാനം ആ 13 വർഷക്കാലം കൊണ്ട് മദീന മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാ. ഇസ്ലാമിക ചരിത്രത്തിന്റെ ജാജ്വലമായ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാ. അങ്ങനെ പേർഷ്യയിൽ നിന്ന്, റോമയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് 10,000കണക്കിന് ആളുകൾ പ്രവാചകന്റെ പ്രഫുല്ലമായ വ്യക്തിത്വത്തിന്റെ തവള പ്രകാശം കണ്ട് 10,000കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാ. ആരുമില്ലാതെ പീഡിതനായ അഭയാർത്ഥിയെ പോലെ മദീനയിലെത്തിയ കൊച്ചു സംഘം അവസാനം 10,000-ഓളം വരുന്ന അനുയായികളുമായി പൂർണ്ണ സജ്ജരായപ്പോ 13 വർഷം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചും മദീനയിലേക്ക് യാത്രയാവുകയാ. അല്ലാഹുവിന്റെ കൽപ്പന വന്ന നബിയേ, മക്കയിലോട്ട് യാത്ര ചെയ്തോ നബിയേ. ആരാരുമില്ലാതെ പാതിരാത്രി രാട്ടിയോടിക്കപ്പെട്ട സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാ. 10,000കണക്കിന് സഹാബത്തുകളുണ്ട്. അവരെ ഓരോ സംഘങ്ങളായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു. ഓരോ ഗോത്രക്കാരെയും ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഗോത്രക്കാരെ തിരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ പടത്തലവന്മാരെ നിശ്ചയിച്ചു. അവരുടെ കയ്യിൽ ഒരു കൊടിയും കൊടുത്തു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞ് മക്കക്കാരായ ആളുകൾക്ക് പേടിയായി. പഴയ മുഹമ്മദല്ല, അനുയായികളാൽ സമ്പന്നനായ മുഹമ്മദാ, ശക്തനായ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാർ അബൂ സുഫിയാനെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു സന്ധി സംഭാഷണം നടത്താ. സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്ന അബൂ സുഫിയാനെ അല്ലാഹുവിന്റെ റസൂൽ പിടിച്ചിരുത്തു. എന്നിട്ട് പറഞ്ഞ അബൂ സുഫിയാൻ, മക്കക്കാരനായ അബൂ സുഫിയാൻ മദീനയിൽ വന്നപ്പോ സഹാബത്തിന്റെ രക്തം തിളച്ചു. ആരാ അബൂ സുഫിയാൻ എന്നറിയോ? തങ്ങളുടെ നേതാവിനെ കൈവാലയത്തിന് മുമ്പിൽ കുടൽമാല കൊണ്ട് അഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോ കുടൽമാല വലിച്ചിട്ട് അബൂ സുഫിയാൻ പട്ടിണി കിടത്തി. അബൂ സുഫിയാൻ എതിരാളിക്ക് അഭയം കൊടുത്ത ഓരോ സംഘങ്ങളായി ഒട്ടകത്തായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനാ അനുയായികൾ ഊരിപ്പിടിച്ച വാളുമായി നോട് ചെയ്ത ദുഷ്ടപ്രവൃത്തിയുടെ ഓർമ്മ സഅദ് ബിൻ ഉബാദ കണക്കിന് ആളുകളുമായിട്ട് തന്നെ മുത്തു തിരിച്ചു വരികയാണ്. അബൂ സുഫിയാനെ അൽയൗമു യൗമുൽ മൽഹമാ, അൽയൗമു യൗമുൽ മൽഹമാ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ് അബൂ സുഫിയാൻ. ഇന്ന് ചോരയ്ക്ക് പകരം ചോര കണക്ക് തീർക്കുന്ന ദിവസമാ. ഇന്ന് നിന്നെ ഞങ്ങളെ കാണിച്ചു തരാമടാ എന്ന് അബൂ സുഫിയാൻ നെഞ്ചകത്തിന് നേരെ വിരൽ ചൂണ്ടിയപ്പോ അബൂ സുഫിയാൻ പേടിച്ചുപോയി. പുറകെ വരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് അബൂ സുഫിയാൻ എന്ന് മുസ്ലിമായിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, പത്ര മുഹമ്മദ്, നിങ്ങളല്ലേ എനിക്ക് പൂർണ്ണ അഭയം നൽകിയത്. പക്ഷേ സഅദ് ബിൻ ഉബാദ പറയാ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണെന്ന്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ തിരൂരിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട യാസറിനെ കൊട്ടിക്കൊലപ്പെടുത്തിയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫൈസലിന്റെ രക്തം കൊണ്ട് തുള്ളിച്ചാട്ടം നടത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. അബൂ സുഫിയാന്റെ തോളിലേക്ക് കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ സുഫിയാൻ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല. അൽയൗമ യൗമുൽ മർഹമാ, അൽയൗമ യൗമുൽ മർഹമാ, ഇന്ന് പരസ്പര സ്നേഹത്തിന്റെ ദിവസമാ. ഇന്ന് പരസ്പരം കടപ്പാടിന്റെ ദിവസമാ. ഇന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന ദിവസമാ. ഇന്ന് രക്തത്തിന്റെ ദിവസമല്ല. അബൂ സുഫിയാൻ ആരോടാണ് പറയുന്നത്? തന്നെ കൊല്ലാൻ കൂട്ടുനിന്നവനോട്, തന്നെ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവനോട്, തന്റെ സഹാബത്തിന് മുകളിൽ കരിങ്കല്ല് വെച്ചിട്ട് പീഡിപ്പിച്ചവനോട് അല്ലാഹുവിന്റെ റസൂൽ സഅദ് ബിൻ ഉബാദയെ വിളിച്ചു. സഅദ് ബിൻ ഉബാദ, അങ്ങനെ പറയല്ലേ. അൽയൗമു യൗമുൽ മർഹമാ, ഇന്ന് പരസ്പര വിട്ടുവീഴ്ചയുടെ ദിവസമാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ സഅദ് ബിൻ ഉബാദ അബൂ സുഫിയാനെ തുറിച്ചു നോക്കുകയാ. സഅദ് ബിൻ ഉബാദയുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ കനലുകൾക്ക് ശക്തി പകരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ലോകത്തിന്റെ റസൂൽ, സ്നേഹത്തിന്റെ റസൂൽ, അനുരാഗത്തിന്റെ റസൂൽ സഅദ് ബിൻ ഉബാദയുടെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു വാങ്ങിച്ചിട്ട് വേറൊരാളുടെ കയ്യിൽ സൈന്യാധിപനാക്കി. സഅദ് ബിൻ ഉബാദ, പ്രതികാരം മനസ്സിലുള്ളവൻ അധികാരിയായി കൂടാ, അവിടെ അനീതി നടപ്പാകുമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ. പ്രതികാരം മനസ്സിലുള്ളവന് അവന്റെ കയ്യിൽ പിന്നെ അധിപനായി കൂടാ, അവിടെ പിന്നെ അനീതിയാണ് നടക്കുക, നീതി നടക്കുകയില്ല. സഅദ് ബിൻ ഉബാദയുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ കനലുകൾക്ക് ആക്കം വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ആ കൊടി പിടിച്ചിട്ട് മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സ്നേഹത്തിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ